ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഹൃദയം നുറങ്ങുന്ന വേദനയോടുകൂടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിലിപ്പം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ന്യൂസാണല്ലോ കല്യാണി എന്ന കുഞ്ഞിൻ്റെ കഥ. അത് തുടക്കം തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുമ്പം അമ്മ എന്തിനാ കുഞ്ഞിനെ ആ പുഴയിൽ എറിഞ്ഞത് എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ പിതൃ സഹോദരൻ ആ കുഞ്ഞിനെ 1.5 വർഷമായിട്ട് ആ കുഞ്ഞിനെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്ത് പറയണോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ ഞെട്ടിത്തെരിച്ച് ഇരുന്ന് പോയി. എങ്ങോട്ടാണ് നമ്മുടെ ഈ കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും നാട്ടിൽ ഒരു സേഫ്റ്റി ഇല്ലേ? 4 വയസ്സുകാരിയായ ഒരു കുഞ്ഞിന് 1.5 വർഷം മുമ്പെന്ന് പറയുമ്പം ഒരു 2.5 വയസ്സ് തൊട്ട് ആ കുഞ്ഞ് ഈ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടും അതിൻ്റെ വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്നും മനസ്സിലായില്ലേ? അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുടെ അച്ഛൻ്റെ അമ്മ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്, മുത്തശ്ശി. ഇവർക്കൊന്നും, അതുപോലെ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന ടീച്ചർ, ഇവർക്കൊന്നും ഇത് മനസ്സിലായില്ലേ? ഈ 1.5 വർഷം അല്ലെങ്കിൽ ആ നാട്ടുകാർ, ആ പഞ്ചായത്തിലുള്ള ആൾക്കാർ, ആ നെയ്ബർഹുഡിലുള്ളവർ, ഇവരൊന്നും ഇത് ആ കുഞ്ഞ് കടന്നുപോയ വിഷമങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പീഡന വിവരം അവരൊന്നും അറിഞ്ഞില്ലേ? അത് എന്നെ വളരെ ഒരു ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം. ഇറ്റ്സ് വെരി ഷോക്കിംഗ് ടു മീ. ഇപ്പം എല്ലാവരും പറയുന്നു പോക്സോ കേസിൽ പോക്സോ ആണ് ഇത് ചാർജ് ചെയ്തിട്ടാണ് കേസ് എടുത്തേക്കുന്നത്, അവന് ശിക്ഷ കിട്ടും. പക്ഷേ ഇങ്ങനെ ഈ പോക്സോ കേസൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നാട്ടിലുണ്ട്. എന്നിട്ട് വീണ്ടും എന്തുകൊണ്ട് ഇതുപോലുള്ള പീഡനങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ നേരെ വീണ്ടും ഇതുപോലെ ചെയ്യാൻ ആളുകൾ ധൈര്യപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഓരോ മലയാളികളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ആർക്കും ആ ഒരു കേസിൻ്റെ അല്ലെങ്കിൽ ആ നിയമത്തെ പേടിയില്ലാഞ്ഞിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തിയെ ഈ കേസിൻ്റെ ഇതുപോലത്തുള്ള കേസിൽ പിടിച്ച ഒരു വ്യക്തിക്ക് ന്യായമായ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന, അവനൊന്നും ഇനി ഒരിക്കലും ഇങ്ങനൊരു കാര്യം ചിന്തിക്ക പോലും ചെയ്യാത്ത രീതിയിൽ ഒരു ശിക്ഷ കിട്ടുവാണെങ്കിൽ പിന്നെ ഉള്ളവരിത് ചെയ്യുമോ? ഇപ്പം പെൺകുട്ടി മാത്രമല്ല, കൊച്ചു ആൺകുട്ടികൾ വരെ ഇതുപോലെയുള്ള പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. നമ്മളാരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇതുപോലെ ഏതെങ്കിലും ഒരു കേസ് വരുമ്പോഴാണ് എല്ലാവരും അതിനെക്കുറിച്ച് ഞാനടക്കം റിയാക്ട് ചെയ്യുന്നതും വിഷമിക്കുന്നതും. പക്ഷേ നമ്മളൊന്ന് കണ്ണു തുറന്ന് ചുറ്റും നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ സേഫ് ആണോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ ഞാനിപ്പോൾ അമേരിക്കയിലാണുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക ട്രെയിനിങ് ടീച്ചേഴ്സിനൊക്കെ തരും. കാരണം ഒരു കുട്ടി ഒരു സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അതിപ്പം എലിമെൻ്ററി ലെവലോ മിഡിൽ സ്കൂളോ ഹൈസ്കൂളോ എന്തോ ആവട്ടെ, ആ കുട്ടി വരുമ്പോൾ അതിൻ്റെ ബിഹേവിയറിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതായത് അതുവരെ ആക്റ്റീവ് ആയിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ചിലപ്പം അതിൻ്റെ പെരുമാറ്റത്തിൽ മാറ്റം സംഭവിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പ്രൈവറ്റ് പാർട്സിൽ ഒക്കെ തൊടുക, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ വേദന അനുഭവിപ്പിക്കുക, ഇങ്ങനെയൊക്കെ പറയുമ്പം നമ്മൾ അതുപോലെ അതിൻ്റെ ബോഡിയിൽ എന്തെങ്കിലും അബ്യൂസിൻ്റെ മാർക്സ് ഉണ്ടോ, ഇങ്ങനെ അതൊക്കെ കാണുമ്പം നമ്മൾ അലേർട്ട് ആവണം. അതുപോലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ പല ട്രെയിനിങ്ങുകൾ ഇവിടെ ഈ അമേരിക്കയിൽ നടക്കുന്നുണ്ട്. നാട്ടിൽ എനിക്കറിയില്ല. അങ്ങനെ ഇല്ലെങ്കിൽ അതിലുള്ള ട്രെയിനിങ് ടീച്ചേഴ്സിന്, അത് ഏത് ടീച്ചേഴ്സ് ആയാലും അംഗൻവാടി ലെവൽ തൊട്ട് കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ആ ട്രെയിനിങ് കൊടുത്തിരിക്കണം. കാരണം എന്തെങ്കിലും അൺഎക്സ്പെക്ട് അല്ലെങ്കിൽ ഇൻഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു അവരുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ദേ ഹാവ് ടു റിപ്പോർട്ട്. അതിന് പേര് കൊടുക്കണമെന്നില്ല, നമ്മുടെ പേര് പറയണമെന്നൊന്നുമില്ല. നമ്മൾ വിളിച്ച് ഫോൺ കോള് ചെയ്താൽ മതി. അതിനുള്ള നമ്പേഴ്സൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. നമ്മളുടെ ഐഡൻറ്റിറ്റി അവർ റിവീൽ ചെയ്യത്തുമില്ല, അത് സീക്രട്ടായിട്ട് വെക്കുകയും ചെയ്യും. അപ്പോൾ പേടിച്ചിട്ടാണ് ഇനിയിപ്പോൾ പറയാത്തതെങ്കിൽ. അപ്പം എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഈ ആളുകൾ ഓരോന്നിങ്ങനെ ഇപ്പം സ്ത്രീകളുടെ നേരെയുള്ള അക്രമം അത് ഇതെന്നൊക്കെ പറഞ്ഞു വരും. ആളുകൾ റിയാക്ട് ചെയ്യുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണം അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ പെണ്ണ് മര്യാദയ്ക്ക് നടക്കാത്തതാണ്. ഈ 4.5 വയസ്സായ കുട്ടിയുടെ വസ്ത്രധാരണത്തിൽ എന്താ കുഴപ്പം? അപ്പം അതൊന്നും അല്ല മെയിനായിട്ടുള്ള റീസൺ അല്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ ഈ യുവാക്കളിൽ അല്ലെങ്കിൽ യങ് പീപ്പിൾ ഇങ്ങനെ ഈ കാമവെറി വരുന്നത്? എനിക്കറിയില്ല എവിടെ നിന്ന്. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ അമിതമായിട്ടുള്ള ഉപയോഗം ആയിരിക്കാം. ഇങ്ങനെ പല സൈറ്റ്സിൽ നിന്ന് ഓരോന്നൊക്കെ കണ്ടും എന്താണ് ഇത്? എങ്ങോട്ടാണ് നമ്മുടെ ലോകം പോകുന്നത്?
അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അലേർട്ടായിട്ടിരിക്കണം. നമ്മുടെ കണ്ണും കാതും നമ്മൾ തുറന്നിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഒരു മാറ്റം അവരുടെ ബിഹേവിയറിലോ എന്തിലെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓൺ ദി സ്പോട്ട് റിയാക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. അതുപോലെ ഈ പോക്സോ കേസിൽ അകത്ത് ആക്കപ്പെടുന്ന വ്യക്തികൾ ശിക്ഷ കിട്ടിയെന്നോർത്ത് നമ്മൾ പിന്നെ അത് പിന്നെ എന്താ പറയുക തൃപ്തരായിട്ട് ഇരിക്കുകയല്ല വേണ്ടത്. അവർ അവിടെ നിന്ന് വെളി വരുന്നുണ്ടോ? എനിക്കറിയാവുന്നൊരു കേസുണ്ട്. പോക്സോ കേസിൽ പിന്നെ ശിക്ഷിക്കപ്പെട്ട 7 വർഷത്തേക്ക് കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഒരു 5-6 മാസം ആകുന്നതിന് മുമ്പ് തന്നെ വെളി വന്നു. എങ്ങനെ? പൈസ കൊണ്ട് അല്ലെങ്കിൽ നിയമത്തെ സ്വാധീനിച്ച് ഹൈക്കോടതി ലെവൽ ജാമ്യം എടുത്ത് എങ്ങനെയോ വെളി വന്നു. അപ്പം അങ്ങനെയാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. അപ്പം ആളുകൾക്ക് നിയമത്തെക്കുറിച്ചൊന്നും ഒരു പേടിയില്ലാത്തൊരവസ്ഥയാണ്. അത് മാറണം. അത് മാറിയേ പറ്റൂ. നിയമത്തെ അതിൻ്റെ പിന്നെ എന്താ പറയുക, അതിനെക്കുറിച്ച് ജനങ്ങൾക്കൊരു പേടി വരണം. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഞാനിങ്ങനെ പിടിക്കപ്പെട്ടാൽ ഇതായിരിക്കും ശിക്ഷ. പിന്നെ ഒന്നും അങ്ങനെ ഒരു ചിന്ത ഒരാളുടെ മനസ്സിൽ വരാതിരിക്കണം. അതാ വേണ്ടത്. പിന്നെ നമ്മൾ കാണുമ്പം ഇങ്ങനെ ഓരോ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യുന്നത്. പല റീസൺസാണ് പറയുന്നത്. അതെനിക്ക് പേഴ്സണലി അറിവുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ അതവിടെ മെൻഷൻ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങൾ അവർ ഒന്നും അറിയാതെ ഈ ലോകത്തെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ, മാലാഹ കുഞ്ഞുങ്ങൾ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും പിന്നെ ഒരു കടമയുണ്ട്. വി ഹാവ് ടു ഡു ദാറ്റ്. അല്ലാതെ പിന്നെ കേസ് എടുത്തു, പോലീസ് പിടിച്ചു, പിന്നെ ശിക്ഷിച്ചു, ജയിലോട്ട് വിട്ടു, അവിടെ കൊണ്ടല്ല നമ്മൾ സാറ്റിസ്ഫൈഡ് ആവേണ്ടത്. ഇനി ഒരിക്കലും ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നമ്മുടെ ചുറ്റും നമ്മുടെ ഒരു കുഞ്ഞിനും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ കണ്ണും കാതും തുറന്നു വയ്ക്കാം. That's it.